ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. കിളിയൂർ സ്വദേശി ജോസ് ആണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രജിൻ ജോസ് വെള്ളറട പോലീസിൽ കീഴടങ്ങി. വിവരങ്ങളുമായി അരുൺ ചേരുകയാണ്. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിൽ അച്ഛനെ കൊലപ്പെടുത്താനുണ്ടായ ഒരു കാരണം എന്താണ്? രാത്രി 10:30 നാടിനെ എടുക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായത്. വെള്ളറട കിളിയൂർ ചരുവിള വീട്ടിൽ ജോസ് 70 കൊല്ലപ്പെട്ടത്. മകൻ പ്രജിൻ 28 ഇപ്പോൾ വെള്ളറട സ്റ്റേഷനിൽ കീഴടങ്ങി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നും തനിക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞായിരുന്നു വെള്ളറട പോലീസിൽ പ്രജിൻ കീഴടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിന്റെ അടുക്കള ഭാഗത്തായിരുന്നു കണ്ടെത്തിയത്. വീട്ടിൽ പ്രജിനെ കൂടാതെ അമ്മ സുഷമ്മ കുമാരിയും ഉണ്ടായിരുന്നു. സുഷമ്മ കുമാരി ബോധരഹിതയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ അവരെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രജിൻ വെള്ളറട പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വസ്തുതകളിലേക്ക് അറിയാൻ കഴിയൂ. ചൈനയിൽ മെഡിസിൻ പഠനം നടത്തി വരികയായിരുന്നു. കൊറോണ കാലത്ത് പഠനം നിർത്തി നാട്ടിലെത്തിയതായിരുന്നു പ്രജിൻ. അരുൺ, അപ്പോൾ ഒരു ഉന്നത വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവാണ് ഇത്തരത്തിൽ അച്ഛനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ തമ്മിൽ സ്ഥിരമായി ഇത്തരത്തിൽ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ? സമീപവാസികളും ബന്ധുക്കളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഈ പയ്യനെ കുറിച്ച്, ഈ യുവാവിനെ കുറിച്ച് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഈ നാട്ടുകാർക്കില്ല. വളരെ സമാധാനപ്രിയമായിരുന്നു. നല്ല രീതിയിൽ കുടുംബ ജീവിതം നയിച്ചു വരുന്ന കുടുംബമായിരുന്നു. ഇവിടെ അച്ഛന് ബിസിനസ് ആയിരുന്നു. നല്ല രീതിയിൽ വരുന്നു. നല്ല ഒരു കുടുംബമായിരുന്നു ഇവിടെ നയിച്ചു വന്നിരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം അത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള അനുഭവമാണ് ഇവിടെ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് രാത്രി 10:30 ഇരിക്കുന്നത്. ഇവർ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാനുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. ഈ സമയത്തുണ്ടായ ഏതോ വാക്ക് തർക്കമായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു അരുംകൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ പ്രജിൻ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കാര്യങ്ങൾ പറയുകയായിരുന്നു. തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രജിൻ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് കീഴടങ്ങുകയായിരുന്നു. തനിക്ക് സ്വൈരമായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നും തനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുമായിരുന്നു പോലീസിന് നൽകിയ മൊഴിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴുത്തിലും നെഞ്ചിലുമായിരുന്നു വെട്ടേറ്റത്. കഴുത്തിലേറ്റ മാരകമായ വെട്ടാണ് മരണകാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പാറശാല ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, നെയ്യാറ്റിൻകര വെള്ളറടയിലാണ് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. കിളിയൂർ സ്വദേശി ജോസ് ആണ് മരിച്ചത്. 28 വയസ്സുകാരനായ മകൻ പ്രജിൻ ജോസ് വെള്ളറട പോലീസിൽ കീഴടങ്ങിയിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന് പ്രജിൻ നൽകിയിട്ടുള്ള മൊഴി. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.